ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ആഹ്വാനപ്രകാരം ശുചീകരണ ദിനം ആചരിക്കുകയാണ്. ശുചീകരണത്തിന് പല മാനങ്ങളുണ്ട്. 5 ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറയും. ഒന്ന്, നമ്മുടെ പബ്ലിക് സ്പേസസ്, പൊതു ഇടങ്ങളുടെ ശുചീകരണമാണ്. മറ്റൊന്ന്, നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടുകളും വൃത്തിയാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി, നമ്മുടെ വീടിന്റെ ഉൾവശം, ഗൃഹോപകരണങ്ങളൊക്കെ ഉൾപ്പെടെ അടുക്കിയും പറക്കിയും വൃത്തിയാക്കുക എന്നുള്ളതാണ്. തൂത്തും തുടച്ചും ഒക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. നാലാമതായി, നമ്മുടെ വ്യക്തി ശുചിത്വം. അഞ്ചാമതായി, ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സിന്റെ ശുദ്ധീകരണം കൂടി ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ 5 ഘടകങ്ങളാണുള്ളത്. അതിൽ മൂന്നാമത്തെ ഘടകത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളുടെ ഉൾവശം വൃത്തിയാക്കുന്നതിനെ കുറിച്ച്. ഈ ലോക്ക്ഡൌണിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ അവർ ലോക്ക്ഡൌണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പാട്ട് പാടുന്നതിന്റെ ഉണ്ട്, ഡാൻസ് ചെയ്യുന്നതിന്റെ ഉണ്ട്, എന്തിന് തലകുത്തി നിൽക്കുന്നതിന്റെ വരെ ചലഞ്ച് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചലഞ്ചായിട്ടൊന്നും ഞാൻ കണ്ടില്ല, എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതായി കണ്ട ഒരു കാര്യം വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇതേവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരുപാട് ഗ്രഹനാഥന്മാർ തന്നെ അലമാരികളൊക്കെ അടുക്കി പറക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തതായിട്ട് അവർ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായി എന്നുള്ളത് ചിലപ്പോൾ ഞാൻ കാണാത്തോണ്ടായിരിക്കാം, അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കിയതോടൊപ്പം അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എന്ത് മാറ്റമാണ് ഉണ്ടായത്? നമ്മുടെ വീടിന്റെ ഭാരം കുറഞ്ഞോ? വീടിന്റെ ഭാരം കുറയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പണ്ട് കാലത്ത് ഈ മൂശേട്ടയൊക്കെ അടിച്ചിറക്കും എന്നൊക്കെ പറയുന്നു, മൂദേവിയെ പുറത്ത് കളയും എന്നൊക്കെ പറയായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് എനർജിയെ മാറ്റുക എന്നുള്ളതാണ്. നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പല വീടുകളും, ചില വീടുകളിൽ നിർഭാഗ്യവശാൽ നമ്മൾ ചെന്ന് കയറുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യത്തില്ല. ശരിയല്ലേ? എന്തായിരിക്കും അതിന് കാരണം? ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി കൂട്ടിയിട്ടിരിക്കുക. ഒരു സാധനവും നമ്മൾ ഒഴിവാക്കുന്നില്ല. ഒരു പ്രത്യേകിച്ച് ഗ്രഹോപകരണങ്ങളെന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഈ സാങ്കേതിക വിദ്യ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സാങ്കേതിക വിദ്യക്ക് അനുസരിച്ചുള്ള ഉപകരണങ്ങളല്ല നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മിക്സിയൊക്കെ ആദ്യം വന്ന കാലത്ത് അത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. TV വന്നപ്പോൾ, ഫ്രിഡ്ജ് വന്നപ്പോൾ, അതുപോലെ മൊബൈൽ ഫോണിന്റെ ആദ്യത്തെ വെർഷൻസ്, അതുപോലെ തന്നെ പഴയ VCR ആയിരുന്നു, പിന്നെ അത് VCP ആയി, പിന്നെ പഴയ ടേപ്പ് റെക്കോർഡറുകൾ, അതെല്ലാം മാറിയില്ലേ? ഇപ്പൊ CD, കാസറ്റ് ഒക്കെ മാറി. എല്ലാം പുതിയ പുതിയ സാങ്കേതിക വിദ്യ വരുന്നതനുസരിച്ച് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മാറി, പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ ആയി, പുതിയ പുതിയ ആധുനിക സാങ്കേതിക വിദ്യയുമായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു. പക്ഷെ പഴയ സാധനങ്ങളൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. അതല്ല ഇന്ന് ഈ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ പെട്ട് കിടക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് അതിനകത്ത് അത് ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വൈമുഖ്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പഴയ സാധനങ്ങൾ, ചീത്ത സാധനങ്ങൾ ഇപ്പോൾ റിപ്പയർ ചെയ്യുക എന്നുള്ള സംസ്കാരം ഇപ്പോഴില്ല. റീപ്ലേസ് ചെയ്യുക എന്നുള്ള, റീപ്ലേസിങ് എന്നുള്ള, മാറ്റിവെക്കുക, പുതിയതുമായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം. പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടായിരിക്കാം അന്നത്തെ കാലത്ത്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ PF നിന്ന് ലോൺ എടുത്ത് വാങ്ങിയതാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകൾ പറയാറുണ്ട്. അന്നത്തെ കാലത്ത് ഓരോ കാലത്തും ഈ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും നമ്മൾ എടുത്തിട്ടുള്ള പെയിൻസ്, നമ്മൾ എടുത്തിട്ടുള്ള പ്രയാസങ്ങൾ, എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് നമ്മളെല്ലാം, ആ ഒരു അറ്റാച്ച്മെന്റ് ഈ പിന്നെ ഈ സാധനങ്ങളോടൊക്കെ ഉണ്ടെന്നുള്ള, അല്ല അത് കൊടുത്താൽ കുറച്ച് വിലയെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊന്നുമല്ല. ആ ഒരു അറ്റാച്ച്മെന്റ് ഞാനിപ്പോ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മുടെ അറ്റാച്ച്മെന്റിനും നൊസ്റ്റാൾജിയയ്ക്കും ഒന്നും ഒരു വിലയുമില്ല. അല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പിന്നെ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ നൊസ്റ്റാൾജിക്കായിട്ട്, ഗ്രഹാതുരത്വത്തോടു കൂടിയൊക്കെ നമ്മൾ ഒരുപാട് ഓർമ്മകളും പിന്നെ നമ്മുടെ സെന്റിമെന്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പല സാധനങ്ങൾക്ക് ഒന്നിനും അടുത്ത തലമുറ യാതൊരു വിലയും കൽപ്പിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിന് ഇതെല്ലാം കൂടി കൂട്ടിവെച്ച് നമ്മുടെ വീടിന്റെ ഭാരം കൂട്ടണം? എന്തിന് നമ്മുടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി? ഒരു സാധനം അങ്ങനെ വന്ന് ഒരു സാധനവും പുറത്തോട്ട് കളയത്തില്ല എന്നുള്ള, എത്ര പുതിയ സാധനം വന്നാലും അതും കൂടെ അക്കോമഡേറ്റ് ചെയ്യുക. പഴയ സാധനങ്ങളൊന്നും നമ്മൾ
ഒഴിവാക്കുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിന്, പ്രത്യേകിച്ച് മലയാളിക്കുള്ള ആ മനോഭാവത്തിന് ഒരു മാറ്റം വരണം. അതും നമ്മുടെ വൃത്തിയാക്കലിന്റെ ഭാഗമാണ്. ഈ മൈൻഡ് സെറ്റ് മാറുക എന്നുള്ളതും നമ്മുടെ വൃത്തിയാക്കലിന്റെ ഒരു ഭാഗമാണ്. ഒരു സിനിമയിൽ ഉർവശിയുടെ കഥാപാത്രം വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിക്കാലത്തെ സാധനം ഉൾപ്പെടെയുള്ള പെട്ടി കൊണ്ടുവരുന്ന ഒരു സീൻ ഒന്ന് ഓർത്തു നോക്കുക. അതേ മനോഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. അതായത് മറ്റൊരു സിനിമയിൽ ജഗതിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ ആവശ്യം മറ്റുള്ളവരുടെ അനാവശ്യമായിരിക്കും എന്ന് പറയുന്നു, ഇല്ലേ? നിങ്ങളുടെ ആവശ്യം അവരുടെ അനാവശ്യമായിരിക്കും എന്ന് പറയുന്നത്. അതായത് നമുക്ക് വലിയ സെന്റിമെന്റ്സ് തോന്നുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് തോന്നണമെന്നില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി പത്രമാസികകൾ കെട്ടി വെക്കും. ചില ആൾക്കാർ പറയും ഞാൻ ചെറുപ്പത്തില് അടുത്തുള്ള വായനശാലയിലെ വാർഷികത്തിന് സ്വാഗതം ആശംസ വിവരം വന്ന പത്രത്തിന്റെ കട്ടിങ് ഉള്ള ആ പത്രമാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പൊ വിവാഹം കഴിച്ച മകള് ഗൾഫിലാണ്. അവള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപജില്ലാ കലോത്സവത്തിന് നൃത്തത്തിന് 2ാം സമ്മാനം കിട്ടിയപ്പോൾ കിട്ടിയ ഒരു ചെറിയ കപ്പ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഈ സൂക്ഷിച്ചു വെക്കുന്നതൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട രീതിയിലല്ല. അത് ക്ലാവ് പിടിച്ചും പൊടി പിടിച്ചും മാറാല പിടിച്ചും ഒക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഏതെങ്കിലും ഒരു പത്രത്തിൽ നമ്മുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രാധിപർക്കുള്ള കത്തിനകത്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു സാഹിത്യ രചനയോ അല്ലെങ്കിൽ ബാലപംക്തിയിൽ അച്ചടിച്ചു വന്നൊരു കാര്യമൊക്കെ ഇപ്പോഴും വലിയൊരു നൊസ്റ്റാൾജി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നമുക്ക് വിട്ടുമാറാൻ ഒക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു നല്ലൊരു പേപ്പർ വൃത്തിയായിട്ട് ഒട്ടിച്ച ശേഷം ആ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇത്രമാത്രം കടലാസ് കെട്ടുകളുടെ കൂമ്പാരങ്ങൾ, പഴയ ഫയലുകൾ, ഇതൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകത്തില്ല. കത്തിച്ച് കളയേണ്ടത് കത്തിച്ച് തന്നെ കളയണം. മറ്റുള്ളവർക്ക് കൊടുത്ത് തീർക്കേണ്ടത് കൊടുത്ത് തന്നെ തീർക്കണം. ഇപ്പൊ ക്ലീൻ കേരള കമ്പനിയൊക്കെ ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. റീസൈക്കിൾ കേരള എന്നുള്ള പ്രോജക്റ്റ് തന്നെ നമ്മുടെ ഗവൺമെന്റ് മറ്റേ സന്നദ്ധ സംഘടനകളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അപ്പം എന്ത് കാരണവശാലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു തീരുമാനം, ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് മാറണം. ഒരുപാട് ചില വീടുകളിലൊക്കെ ചെന്നൊരു ഒന്നിനും സ്ഥലമില്ല, എല്ലാം നല്ല ഏരിയ ഉള്ള വീടുകളായിരിക്കും, വലിയ വീടുകളൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാ സാധനങ്ങളും കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ, അതിപ്പോ ഇപ്പൊ നമ്മുടെ വിവാഹത്തിന്റെ തന്നെ കാര്യമാണ്. ഇപ്പൊ വിവാഹം, ഇപ്പൊ ലോക്ക്ഡൌണിലെ പ്രത്യേക വിവാഹത്തിന്റെ ഒരു സംസ്കാരം, മഹാത്മാഗാന്ധിയും മഹാനായ ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ പറഞ്ഞ രീതിയിലുള്ള ലളിതമായ വിവാഹങ്ങളിലേക്ക് ഒരു ഒരു കമ്പൽസറി ആയിട്ടാണെങ്കിൽ പോലും ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ പോലും മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവാഹങ്ങളോടൊക്കെ അനുബന്ധിച്ചിട്ട് എന്തെല്ലാം ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് തന്നെ. സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു മോശമായ കാര്യമല്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട അവസരം ഓർത്ത് വെച്ച് ഒരാളെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ മലയാളിയുടെ സംസ്കാരം അങ്ങനെയല്ല. ഓരോരുത്തരും തരുന്നത് ഓർത്ത് വെക്കുക, പകരത്തിന് പകരം അവർക്ക് മറ്റൊന്ന് കൊണ്ട് കൊടുക്കുക. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മകളുടെ വിവാഹത്തിന് ശേഷം വീട് മൊത്തം കാസറോളും സ്റ്റീൽ പാത്രങ്ങളും രാധയും കൃഷ്ണനും, അദ്ദേഹത്തിന്റെ ഭാഗമാണ്, കുറെ അധികം രാധയും കൃഷ്ണനും കുറെ കാസറോളും കുറെ സ്റ്റീൽ പാത്രങ്ങളും എല്ലാം കൂടെ വന്ന് നിറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാർ എന്താണ്, വേറൊരാൾക്ക് ഇത് കൊടുക്കുക എന്നുള്ളത്, അത് അല്ലെങ്കിൽ തന്ന ആളിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളുടെ ട്രാൻസാക്ഷൻ, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. പല വീടുകളെയും ഷോക്കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10, 30, 40 വർഷം വരെയുള്ള സാധനങ്ങളൊക്കെ അതൊന്നും തൂപ്പ് തുടച്ച വൃത്തിയാക്കി, വിളക്കുകൾ തന്നെ, അല്ലെങ്കിൽ വിളക്കിന്റെ ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ വിളക്കുകളൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പഴയ സാധനങ്ങൾ ഒന്നുകിൽ നമുക്ക് അത് വളരെയധികം തേച്ച് മിനുക്കി സൂക്ഷിച്ചതിന്റെ ക്ലാവൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കൊടുത്താൽ വേണമെങ്കിൽ ഒറ്റ ഒരു വലിയ നിലവിളക്കായിട്ടോ ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടാം. പല സമ്മാനങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വില അങ്ങനെ ഭാവി കിട്ടാറില്ല, കൊടുക്കുന്ന ഒരു ഭാഗത്തുനിന്ന് കിട്ടാറില്ല. അങ്ങനത്തെ കൾച്ചറിലൊക്കെ വലിയ മാറ്റം വേണം. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാള് വിഷമത്തോടു കൂടി പറഞ്ഞു, ഞാൻ വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചിട്ടാണ് ഒരു നടരാജ വിഗ്രഹം ഒരാൾക്ക് കൊണ്ട് കൊടുത്തത്. പിന്നെ കുറച്ച് നാളിന് ശേഷം വേറൊരു ആവശ്യത്തിന് അവിടെ കൊണ്ടുവന്നപ്പോൾ സ്റ്റോർ റൂമിൽ അതിങ്ങനെ തലകുത്തി നിലയിൽ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കൊടുക്കുന്ന ആള് കൊടുക്കുന്ന ഒരു വാല്യൂ വാങ്ങിക്കുന്ന ആളിന് കിട്ടണമെന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ വേറെ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണും, ഇതും കൂടെ എവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ നമ്മുടെയൊക്കെ വീടുകള് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് വന്നാലും നമ്മൾ അങ്ങോട്ട് അത് പുറത്തോട്ട് കളയുന്നില്ല. പുറത്തോട്ട് കളയണം. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടെ കുമിഞ്ഞു കൂട്ടി വെച്ചാൽ അത് നെഗറ്റീവ് എനർജിയാണ്. വളരെ നിഷേധാത്മകമായ വികാരങ്ങൾ ഉണ്ടാകും. അവൻ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു വീട്ടിൽ മനസ്സിനൊരു സന്തോഷം കാണത്തില്ല, ആൾക്കാർ തമ്മിലൊരു ഇത് കാണത്തില്ല, വൃത്തിയും വെടുപ്പും കാണത്തില്ല. ഇപ്പൊ തുണികൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നല്ല ഹുക്കൊക്കെ ഉള്ള സ്റ്റാൻഡൊക്കെ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് തൂക്കിയിടാം.
അതിനൊക്കെയുള്ള സംസ്കാരമൊക്കെ നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. നല്ല വീടും നല്ല ഫർണിച്ചറും ഒക്കെ ആയിരിക്കും. പക്ഷെ തുണികളെല്ലാം എല്ലാ മുറിയിലും ഇങ്ങനെ അലങ്കോലമായിട്ട് വലിച്ചു വാരി കൂട്ടിയിട്ടിരിക്കും. വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കസേരയിൽ കിടക്കുന്ന തുണിയെല്ലാം കൂടി എടുത്ത് മാറ്റിയിട്ട് വേണം അദ്ദേഹത്തിനോട് ഇരിക്കാൻ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? പല സ്ഥലത്തും നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നല്ല വീടൊക്കെ വെച്ചു, നല്ല ഫർണിച്ചറൊക്കെ വെച്ചു. അത് പിന്നെ വളരെ ആകർഷകമായിട്ട് വരുന്നവർക്കും നല്ല ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമില്ലാത്ത ഇപ്പം മകളുടെ തുണി അന്ന് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തേക്ക് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. ഈ മകളുടെ മകൾക്കോ അല്ലെങ്കിൽ മകന്റെ മകൾക്കോ കൊടുക്കാവുന്ന അതൊക്കെ നമ്മുടെ ഭാവനയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളിലൊക്കെ സംസ്കാരമൊക്കെ മാറി. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട്, വസ്ത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അവർ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുമിഞ്ഞു കൂട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇത് ആവശ്യമുള്ള സമൂഹത്തിൽ ഇത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സന്നദ്ധ സംഘടനകൾക്ക് ഇത് നമുക്ക് കൈമാറാനായിട്ട് സാധിക്കും. ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കപ്പെടും. ഇത് ഉപകരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വീട് നമുക്ക് വളരെ നല്ല വൃത്തിയാക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ വളരെ നല്ലൊരു വീട്ടിൽ താമസിക്കും. അങ്ങനത്തെ ഒരു വീടിന്റെ വലിപ്പത്തിനല്ല പ്രധാനം. ഞാൻ വളരെ പാവപ്പെട്ടതെന്ന് നമ്മൾ സമൂഹത്തിൽ കരുതുന്ന പല ആൾക്കാരുടെയും ചെറിയ ചെറിയ കുടിലുകളിലൊക്കെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. ആ ഉള്ള സ്ഥലം വളരെ വൃത്തിയായിട്ടാണ് അവര് സൂക്ഷിക്കുന്നത്. കാരണം പണക്കാരെന്നറിയപ്പെടുന്ന ആൾക്കാരെക്കാട്ടൊക്കെ വളരെ സൂക്ഷിച്ചാണ് അവരുടെ വീടുകളിലൊക്കെ കൊച്ചു കൊച്ചു വീടുകളാണെങ്കിൽ പോലും അവര് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് പണമുണ്ടോ പണമില്ലേ എന്നുള്ളതല്ല, വിദ്യാഭ്യാസമുണ്ടോ വിദ്യാഭ്യാസം ഇല്ലയോ എന്നുള്ളതൊന്നും ഇതിന് മാനദണ്ഡമല്ല. ഇതിന്റെ മനോഭാവം മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഈ ലോക്ക്ഡൌണിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായി, ഭക്ഷണക്രമത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായി പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഴമയിലേക്ക്, നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തതനുസരിച്ച് ഇന്ന് നടന്ന ശുചീകരണ യജ്ഞമൊക്കെ പോലെ അതിനകത്ത് നമ്മൾ പങ്കെടുത്തു. അതൊരു പരിപാടിയായി പോകാതെ അത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക, നമ്മളത് സ്വാംശീകരിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുണപരമായ ഒരു മാറ്റം വരത്തക്ക രീതിയിൽ നമ്മുടെ ആ സംസ്കാരത്തിൽ തന്നെ ഒരു വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഇപ്പോൾ നമ്മൾ ഈ COVID-19 മൂലം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ലോക്ക്ഡൌൺ ഒക്കെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു. നന്ദി.